ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ 3 അടിസ്ഥാന തത്വങ്ങൾ എന്ന പുസ്തകമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആമുഖമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ആമുഖത്തിലെ പ്രബന്ധങ്ങളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ ആദ്യത്തെ 2 പ്രബന്ധങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു. ബാറക്കല്ലാഹു ഫീക്കും. ഇനി 3ാമത്തെ പ്രബന്ധത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വായിക്കാൻ പോവുകയാണ്. ആദ്യത്തെ 2 പ്രബന്ധങ്ങൾ ഒന്നും കൂടി ഓർമ്മിപ്പിക്കാം. ആദ്യത്തെ പ്രബന്ധത്തിൽ സൂറത്തുൽ അസ്ർ അതിലെ 4 കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫി ഖുസ്ർ. കാലത്തെ കൊണ്ട് സത്യം ചെയ്ത് അള്ളാഹു പറഞ്ഞു, മനുഷ്യരെല്ലാവരും നഷ്ടത്തിലാണ്, അവർ പരാജയത്തിലാണ്. ആരൊഴികെ? ഇല്ലല്ലസീന ആമനു, വിശ്വസിച്ചവർ ഒഴികെ. ആരാണ് വിശ്വാസികൾ? അവർക്ക് ആ വിശ്വാസ കാര്യങ്ങളിൽ അറിവുള്ളവരാണ്, വിജ്ഞാനമുള്ളവരാണ്. ഈമാൻ കാര്യങ്ങൾ അത് വിശദമായി അറിയുകയും പഠിക്കുകയും അമൽ ചെയ്യുന്നവരുമാണ്. അതാണ് ആദ്യത്തേത്, അതിനുള്ള ആ വിജ്ഞാനം. പിന്നെ വ അമലു സ്വാലിഹാത്ത്, ആ വിജ്ഞാനത്തിനനുസരിച്ച് അമൽ ചെയ്യുക. ബാറക്കല്ലാഹു ഫീക്കും. പിന്നെ വതവാസൗ ബിൽ ഹഖ്, ഹക്ക് കൊണ്ട് പരസ്പരം ഉപദേശിക്കുക, സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുക, പ്രബോധനം ചെയ്യുക, ആ വിജ്ഞാനത്തിലേക്ക് ക്ഷണിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. വതവാസൗ ബിസ് സബ്ർ, അതിൽ എന്ത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾ വന്നാലും സബ്ർ, ക്ഷമിക്കുക. ഈ 4 കാര്യങ്ങളാണ് സൂറത്തുൽ അസ്റിലുള്ളത്. ഇതായിരുന്നു ആദ്യത്തെ പ്രബന്ധത്തിൽ നമ്മൾ വായിച്ചത്. ഇതിൻ്റെ വിശദീകരണം ഈ പുസ്തകത്തിൻ്റെത് ഷെയ്ഖ് ഫൗസാൻ ഹഫിദഹുള്ളയുടേതാണ്. ബാറക്കല്ലാഹു ഫീക്കും. 2ാമത്തെ പ്രബന്ധത്തിൽ നമ്മൾ 3 കാര്യങ്ങൾ വായിച്ചു. അതൊരു മുസ്ലിമിന് നിർബന്ധമാണ് പഠിക്കലെന്നും അതനുസരിച്ച് അമൽ ചെയ്യലും നിർബന്ധമാണെന്നും നമ്മൾ വായിച്ചു. ഈ 3 കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചത് എന്ന് വിശ്വസിക്കലും, അവനാണ് നമുക്ക് ഉപജീവനം നൽകുന്നതും, അവൻ നമ്മളെ സൃഷ്ടിച്ചിട്ട് വെറുതെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടില്ല, വെറുതെ വിട്ടിട്ടില്ല എന്നതാണ് ആദ്യത്തെ കാര്യം 2ാമത്തെ പ്രബന്ധത്തിൽ നമ്മൾ പഠിച്ചത്. 2ാമത്തെ പ്രബന്ധത്തിലെ 2ാമത്തെ കാര്യം നമ്മൾ വായിച്ചതും മനസ്സിലാക്കിയതും അള്ളാഹുവിന് പങ്കു ചേർക്കുന്നത് അള്ളാഹു തൃപ്തിപ്പെടുന്നില്ല എന്നതുമാണ്. 3ാമത്തെ കാര്യം നമ്മൾ കഴിഞ്ഞ ദർസിലത് പൂർത്തിയാക്കി. അൽ വലാ വൽ ബറാ ആണ്. കൂറ് പുലർത്തലും ബന്ധം വിച്ഛേദിക്കലും, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കലും അള്ളാഹുവിന് വേണ്ടി വെറുക്കലും. ഇനി നമ്മൾ 3ാമത്തെ പ്രബന്ധം വായിക്കാൻ പോവുകയാണ്. 3ാമത്തെ പ്രബന്ധം ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മതം ഏകദൈവ വിശ്വാസമാണ്. ഇതാണ് 3ാമത്തെ പ്രബന്ധം. അന്നൽ ഹനീഫിയത മില്ലത ഇബ്രാഹിമ, തീർച്ചയായും അൽ ഹനീഫിയ അതാണ് ഇബ്രാഹിമിൻ്റെ മതം അലൈഹിസ്സലാം. ഇതിൻ്റെ വിശദീകരണം, ഗ്രന്ഥകർത്താവിൻ്റെ പ്രസ്താവന തീർച്ചയായും അൽ ഹനഫിയ ഇബ്രാഹിമിൻ്റെ മതമാണ്. അതിനർത്ഥം അത് നിങ്ങൾക്ക് പഠിക്കൽ നിർബന്ധമാണ്, അറിയലും നിർബന്ധമാണ്. അൽ ഹനഫിയാണ് ഇബ്രാഹിമിൻ്റെ മതം അലൈഹിസ്സലാം. അൽ ഹനഫ് അറബി ഭാഷയിൽ അതിൻ്റെ അർത്ഥം ചായ്വ് കാണിക്കാൻ, ചായ്വാണ്. അതുകൊണ്ട് അൽ ഹനഫിയുടെ അർത്ഥം അതിനർത്ഥം മതം ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന് അതിനെതിരെ പോവുകയും
തൗഹീദിലേക്ക് ചായ്വ് കാണിക്കുകയും ചെയ്യുക എന്നതാണ്. അതിൻ്റെ ചായ്വ് ഭൗതിക വിശ്വാസത്തിൽ നിന്നെതിരെയും തൗഹീദിലേക്കുമാണ് അതിൻ്റെ ചായ്വ്. ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു ഹനീഫായിരുന്നു, അഥവാ ഏകദൈവ വിശ്വാസി, ഒരു മുസ്ലിമുമായിരുന്നു. അദ്ദേഹം ഒരു ഹനീഫ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അദ്ദേഹം ഭൗതിക ആരാധനയിൽ നിന്ന് വിദൂരവും തൗഹീദിനോട് ചായ്വ് കാണിക്കുകയും നിഷ്കളങ്കം അള്ളാഹുവിനു വേണ്ടിയും ആയിരുന്നു. ഇഖ്ലാസ്. അള്ളാഹു പറഞ്ഞു, ഇന്ന ഇബ്രാഹീമ കാന ഉമ്മത്തൻ കാനിത്തൻ ലില്ലാഹി ഹനീഫൻ വലം യകു മിനൽ മുശ്രിക്കീൻ. തീർച്ചയായും ഇബ്രാഹിം ഒരു ഉമ്മത്തായിരുന്നു, ഒരു സമുദായമായിരുന്നു, അള്ളാഹുവിനോട് അനുസരണയുള്ള ഹനീഫായിരുന്നു, ഏകദൈവ വിശ്വാസി, തൗഹീദിലേക്ക് ചായ്വ് കാണിച്ചു. അദ്ദേഹം മുശ്രിക്കുകളിൽ പെട്ടവനായിരുന്നില്ല. ഇത് സൂറത്തുൽ നഹലിലെ 16-ാം അധ്യായം 120-ാം വചനാണ്. അതുകൊണ്ട് അൽ ഹനീഫ് അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ വിശദീകരണമാണ്. അൽ ഹനീഫ് അതിനർത്ഥം അദ്ദേഹം ശിർക്കിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞവനും തൗഹീദിലേക്ക് പൂർണ്ണമായും ചായ്വ് കാണിച്ച വ്യക്തിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ആരാധനയും ഇഖ്ലാസും അള്ളാഹുവിലേക്കായിരുന്നു. അള്ളാഹു പറഞ്ഞു, സുമ്മ ഔഹൈന ഇലൈക അനിത്തബി മില്ലത ഇബ്രാഹീമ ഹനീഫൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. നാം നിനക്ക് വഹി നൽകി, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, ഇബ്രാഹിമിൻ്റെ മതം പിന്തുടരുക, ഹനീഫായ ഏകദൈവ വിശ്വാസം. അദ്ദേഹം മുശ്രിക്കുകളിൽ പെട്ടവനായിരുന്നുമില്ല. ഇത് സൂറത്തുൽ നഹലിലെ 16-ാം അധ്യായം 123-ാം വചനാണ്. അതേപോലെ അള്ളാഹു പറഞ്ഞു, മാ കാന ഇബ്രാഹീമു യഹൂദിയൻ വലാ നസ്രാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം ജൂതനോ യഹൂദനോ ക്രൈസ്തവനോ ആയിരുന്നില്ല, എന്നാൽ അദ്ദേഹം ഒരു മുസ്ലിമായിരുന്നു, അള്ളാഹുവിന് കീഴ്പ്പെട്ട ഏകദൈവ വിശ്വാസിയായിരുന്നു. അദ്ദേഹം ബൗദ്ധവാരാധകനിൽ പെട്ടവനായിരുന്നില്ല, മുശ്രിക്കുകളിൽ പെട്ടവനായിരുന്നില്ല. ഇത് സൂറത്ത് ആൽ ഇമ്രാനിലെ 3-ാം അധ്യായം 67-ാം വചനാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കുറിച്ചുള്ള വിശദീകരണം. അതിൽ നിന്നുള്ളതാണ് അദ്ദേഹം ഹനീഫ്, ഒരു ഏകദൈവ വിശ്വാസിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മതമായിരുന്നു അൽ ഹനീഫിയ. അത് അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ളതാണ്, അതിൽ ബഹുദൈവാരാധനയില്ല. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും കൽപ്പിച്ചത് ഈ മതത്തെ പിന്തുടരാനാണ്. അള്ളാഹു പറഞ്ഞു, സുമ്മ ഔഹൈന ഇലൈക അനിത്തബി മില്ലത ഇബ്രാഹീമ ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ. നാം നിനക്ക് വഹി നൽകി, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, ഇബ്രാഹിമിൻ്റെ മതം പിന്തുടരുക, ഹനീഫായത് ഏകദൈവ വിശ്വാസം. അദ്ദേഹം മുശ്രിക്കുകളിൽ ബഹുദൈവാരാധകരിൽ പെട്ടവനായിരുന്നില്ല. നമ്മൾ നേരത്തെ വായിച്ച ആയത്ത് തന്നെയാണ് സൂറത്തു നഹലിലെ 16-ാം അധ്യായം 123-ാം വചനം. അതുകൊണ്ട് നമ്മളോട് കൽപ്പിച്ചിരിക്കുകയാണ് അതേപോലെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ മതത്തെ പിൻപറ്റാൻ. അള്ളാഹു പറഞ്ഞു, ഹുവജ്തബാക്കും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് മില്ലത അബീക്കും ഇബ്രാഹീമ ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീന. അവൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു, അവൻ നിങ്ങൾക്ക് ദീനിൽ മതത്തിൽ യാതൊരു വിഷമോ ബുദ്ധിമുട്ടോ ഉണ്ടാക്കിയിട്ടില്ല, അത് നിങ്ങളുടെ പിതാവായ ഇബ്രാഹീമിൻ്റെ മതമാകുന്നു. അവൻ അള്ളാഹു നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്ന് പേരിട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് സൂറത്തുൽ ഹജ്ജിലെ 22-ാം അധ്യായം 78-ാം വചനാണ്.
അതേപോലെ ഇത് തന്നെ ആയിരുന്നു എല്ലാ ദൂതന്മാരുടെയും മതം. എന്നാൽ ഇത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിലേക്കാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. കാരണം ഇബ്രാഹിം അലൈഹി ഇസ്ലാം ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഏറ്റവും നല്ല പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമായിരുന്നു. അദ്ദേഹം തൗഹീദിൻ്റെ വഴിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, മറ്റൊരു പ്രവാചകനും അനുഭവിക്കാത്തത്. എന്നാൽ പക്ഷെ അദ്ദേഹം അതിൽ ക്ഷമ കാണിച്ചിരുന്നു. അതുകൊണ്ട് ഈ മതം അദ്ദേഹത്തിനുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. കാരണം അദ്ദേഹമാണ് എല്ലാ പ്രവാചകന്മാരുടെയും പിതാവ്. അദ്ദേഹത്തിന് ശേഷം വന്ന പ്രവാചകന്മാരെല്ലാം അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അൽ ഹനഫിയ അത് എല്ലാ പ്രവാചകന്മാരുടെയും മതമാണ്. അത് തൗഹീദിലേക്കുള്ള വിളിയാണ്, ഏകദൈവ വിശ്വാസത്തിലേക്കുള്ള വിളിയാണ്, ബഹുദൈവ ആരാധനയുടെ നിരോധനവുമാണ്. ഇതാണ് എല്ലാ ദൂതന്മാരുടെയും മതം. എന്നാൽ ഇബ്രാഹിമിന് പ്രത്യേക സ്ഥാനമുള്ളത് കൊണ്ട് ഈ മതം അദ്ദേഹവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് ശേഷം വന്നവരിലേക്കും. അദ്ദേഹത്തിന് ശേഷമുള്ള പ്രവാചകന്മാരെല്ലാം ഇബ്രാഹിമിൻ്റെ മതത്തിലായിരുന്നു അലൈഹിസ്സലാം. അത് തൗഹീദിൻ്റെ മതമാണ്. അത് ഇഖ്ലാസ് അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഏതാണ് ആ മതം? നമ്മോടും നമ്മുടെ നബിയോടും സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഏത് മതത്തെ പിൻപറ്റാനാണ്. അതുകൊണ്ട് നിർബന്ധമാണ് അതിനെക്കുറിച്ച് അറിയാൻ. കാരണം നിർബന്ധമാണ് ഓരോ മുസ്ലിമിനും അറിയാൻ അള്ളാഹു എന്താണ് അവരുടെ മേൽ നിർബന്ധമാക്കിയിട്ടുള്ളത്. അങ്ങനെ അവർക്കത് പിൻപറ്റാൻ, അതിൽ യാതൊരു വീഴ്ചയും വരുത്താതിരിക്കാൻ. വെറും നമ്മൾ ആ മതത്തോട് ചാർത്തിയിരിക്കുകയാണ് എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, വിജ്ഞാനമില്ലാതെ പറഞ്ഞാൽ പോരാ. നമ്മൾ ഇസ്ലാമിലാണ് എന്നും വെറുതെ പറഞ്ഞാൽ പോരാ. അതറിയാതെ, ഇസ്ലാം എന്താണെന്ന് അറിയാതെ, അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാതെ, ഇസ്ലാമിൻ്റെ നിയമങ്ങളും വിധികളും എന്താണെന്ന് അറിയാതെ. അതുകൊണ്ട് വെറുതെ പറഞ്ഞതുകൊണ്ട് മതിയാവില്ല. നമ്മൾ ഇബ്രാഹിമിൻ്റെ മതത്തിലാണെന്ന് അതിനെക്കുറിച്ച് അറിയാതെ. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയും എനിക്കറിയില്ല. ഇത് അനുവദനീയമല്ല. നിർബന്ധമാണ് നമുക്കറിയൽ ഏറ്റവും നല്ല രീതിയിൽ. അങ്ങനെ നമ്മൾ അതിൻ്റെ വഴിയിലേക്ക് പോവുകയും അതിൻ്റെ വഴിയിലേക്ക് ഉൾക്കാഴ്ചയോടെ പോവുകയും അതിൽ യാതൊരു വീഴ്ചയും വരുത്താതിരിക്കുകയും ചെയ്യണം. എന്നിട്ട് കർത്താവ് പറയുന്നു, അൻ തഅ്ബുദല്ലാഹ വഹ്ദഹു മുഖ്ലിസൻ ലഹുദ്ദീൻ. അത് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കലും മതം നിഷ്കളങ്കമായി അവന് വേണ്ടി ആക്കലുമാണ്. ഇതിൻ്റെ വിശദീകരണം ശ്രീ ഫൗസാൻ ഹഫിദുള്ള പറയുന്നു, ഗ്രന്ഥകർത്താവിൻ്റെ പ്രസ്താവന അത് നീ അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണ്, മതം നിഷ്കളങ്കമായി അവന് വേണ്ടി മാത്രമായി ആക്കലാണ്. ഇതാണ് ഇബ്രാഹിമിൻ്റെ മതം. നീ അള്ളാഹുവിനെ ആരാധിക്കുക, മതം നിഷ്കളങ്കമായി അവന് വേണ്ടി ആക്കുക. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും യോജിപ്പിക്കണം. ആദ്യത്തേത് ഇഖ്ലാസും, അവന് വേണ്ടി മാത്രം. രണ്ടാമത്തേത് ആരാധനയും. അതുകൊണ്ട് ഏതൊരു വ്യക്തി അള്ളാഹുവിനെ ആരാധിക്കുന്നുവോ പക്ഷേ അവൻ്റെ മതത്തെ നിഷ്കളങ്കമായി അള്ളാഹുവിന് വേണ്ടി ആക്കുന്നില്ലെങ്കിൽ അവൻ്റെ ആരാധന ഒന്നുമല്ല. അവൻ അള്ളാഹുവിനെ ആരാധിക്കുന്നു, നോമ്പ് നോക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, നിസ്കരിക്കുന്നു, ഉംറ ചെയ്യുന്നു, സദഖ കൊടുക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, അങ്ങനെ ധാരാളം അനുസരണത്തിൻ്റെ ആരാധനകൾ ചെയ്യുന്നു, കർമ്മങ്ങൾ ചെയ്യുന്നു. പക്ഷേ അത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിട്ട് ചെയ്യുന്നില്ല. കാരണം ഒന്നിക്കിൽ അവൻ ഇത് ചെയ്യുന്നത് ആളുകളെ കാണിക്കാനും
കീർത്തിക്ക് വേണ്ടിയിട്ടും പ്രശംസയ്ക്ക് വേണ്ടിയിട്ടുമാണ്. അല്ലെങ്കിൽ അവനിത് ചെയ്യുന്നത്, ഈ കർമ്മങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ കൂടെ ബഹുദൈവാരാധനയുണ്ട്. അഥവാ അവൻ അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, അറുക്കുന്നു, മോക്ഷം തേടുന്നു. അപ്പോൾ ഈ വ്യക്തി അവൻ ആരാധന നിഷ്കളങ്കമായി അള്ളാഹുവിന് വേണ്ടിയല്ല, മറിച്ച് അവനൊരു ബഹുദൈവാരാധകനാണ്. അവൻ ഇബ്രാഹീമിൻ്റെ മതത്തിലല്ല. ധാരാളം പേർ ഇന്ന് ഇസ്ലാമിനോട് ചേർത്ത് പറയുമ്പോൾ അവർ വലിയ ശിർക്കിലകപ്പെടുന്നു. അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നു, ഖബറുകൾ ആരാധിക്കുന്നു, അവർക്ക് വേണ്ടി അറുക്കുന്നു, നേർച്ച നൽകുന്നു, തവാഫ് അതിന് ചുറ്റും ചെയ്യുന്നു, ബർക്കത്തെടുക്കുന്നു, മരണപ്പെട്ടവരിൽ നിന്ന് മോശം തേടുന്നു. ഇങ്ങനെ പലതും അവർ ചെയ്യുന്നു. എന്നിട്ട് അവർ പറയുന്നു അവർ മുസ്ലിങ്ങളാണെന്ന്. ഇവർക്ക് ഇബ്രാഹിമിൻ്റെ മതം എന്താണെന്ന് അറിയില്ല. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊന്നിലായിരുന്നു എന്നത് ഇവർക്കറിയില്ല. അതുകൊണ്ട് അവർ ഇത് വിജ്ഞാനത്തിന് എതിരാണ് അവർ ചെയ്യുന്നത്. അള്ളാഹുവിൽ അഭയം തേടുന്നു. ഈ രണ്ടാമത്തത് അതിനേക്കാൾ മോശമാണ്. അതുകൊണ്ട് ഇബ്രാഹിമിൻ്റെ മതം ബഹുദൈവാരാധന സ്വീകരിക്കുന്നില്ല, അതിൻ്റെ യാതൊരു വിധത്തിലും സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് ഏതൊരാൾ അവൻ്റെ കർമ്മങ്ങൾ ബഹുദൈവാരാധനയുമായിട്ട് ഇടകലർത്തുന്നുവോ അദ്ദേഹം ഇബ്രാഹിമിൻ്റെ മതത്തിലല്ല അവനാണെന്ന് പറഞ്ഞാലും അങ്ങനെ വാദിച്ചാലും അതുകൊണ്ട് നിർബന്ധമാണ് ഇബ്രാഹിമിൻ്റെ മതം എന്താണെന്ന് അറിയലും അതനുസരിച്ച് പ്രവർത്തിക്കലും അതിനെ മുറുകെ പിടിക്കലും അതനുസരിച്ച് അത് മുറുകെ പിടിച്ച് അള്ളാഹുവിനെ ആരാധിക്കുകയും ചെയ്യുക. മതം ദീൻ അവന് വേണ്ടി നിഷ്കളങ്കമായി മാത്രമാക്കുക. ഒരു തരത്തിലുള്ള ചെറുതോ വലുതോ ആയ ബഹുദൈവാരാധന നിങ്ങളുടെ ആരാധനയിൽ ഉണ്ടാകുവാനും പാടില്ല. ഇതാണ് ഇബ്രാഹീമിൻ്റെ മതം അൽ ഹനഫിയ. അത് ബഹുദൈവാരാധന പാടെ നിരാകരിക്കുന്നു, പൂർണ്ണമായും തൗഹീദിലേക്ക് ചായ്വുള്ളതാണ്. അഥവാ അതിനർത്ഥം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും മതം അവന് വേണ്ടി മാത്രമായി ആക്കുകയും ചെയ്യുക എന്നതാണ്. അതിൻ്റെ ഗ്രന്ഥകർത്താവ് പറയുന്നു, വബിസാലിക അമറല്ലാഹു ജമീഅൻ നാസി വഖലഖഹും ലഹ. ഇതുകൊണ്ട് അള്ളാഹു മുഴുവൻ മനുഷ്യരോടും കൽപ്പിച്ചിരിക്കുന്നു. ഇതിനു വേണ്ടിയാണ് അള്ളാഹു അവരെ സൃഷ്ടിച്ചത്. ഇതിൻ്റെ വിശദീകരണം, ഗ്രന്ഥകർത്താവിൻ്റെ പ്രസ്താവന, ഇതുകൊണ്ട് അള്ളാഹു കൽപ്പിച്ചു. ഇത് ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടതാണ്. അവനെ ആരാധിക്കുക, മതം പൂർണ്ണമായി അവന് വേണ്ടി നിഷ്കളങ്കമായി ആക്കുക. ഇതിനർത്ഥം അള്ളാഹു കൽപ്പിച്ചു അള്ളാഹുവിനെ ആരാധിക്കാൻ, മതം നിഷ്കളങ്കമായി അവന് വേണ്ടി ആക്കുവാനും. അള്ളാഹു ഇത് എല്ലാ സൃഷ്ടികളോടും കൽപ്പിച്ചിട്ടുണ്ട്, മനുഷ്യർ മുഴുവനോടും കൽപ്പിച്ചിട്ടുണ്ട്. അവർ അറബികളാകട്ടെ അനറബികളാകട്ടെ കറുത്തവനാകട്ടെ വെളുത്തവനാകട്ടെ മുഴുവൻ മനുഷ്യരോടും, ആദം അലൈഹിസ്സലാം മുതൽ ലോകത്തിലുള്ള അവസാനത്തെ മനുഷ്യൻ വരെ എല്ലാവരോടും അള്ളാഹു കൽപ്പിച്ചത് അവനെ ആരാധിക്കാനാണ്. മതം നിഷ്കളങ്കമായി അവന് വേണ്ടി മാത്രമാക്കാനാണ് ആരാധനയിൽ. അള്ളാഹു പറഞ്ഞു, അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്കൻ ലക്കും ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. അല്ലയോ മനുഷ്യരെ, നിങ്ങൾക്കും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുക. നിങ്ങൾ തഖ്വയുള്ളവരായേക്കാം. അവൻ ഭൂമിയെ ഒരു വിരിപ്പായും ആകാശത്തെ ഒരു മേൽപ്പുരയായും ആക്കിയിരിക്കുന്നു. ആകാശത്തിൽ നിന്ന് അവൻ വെള്ളമിറക്കുകയും
അതുകൊണ്ട് അവൻ നിങ്ങൾക്ക് ഫലങ്ങൾ നൽകുകയും ചെയ്തിരിക്കുന്നു. ഫലങ്ങൾ നിങ്ങളുടെ ഉപജീവനത്തിന്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് പങ്കാളികളാക്കരുത്. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന് പങ്കാളികളാക്കരുത്. ഇത് സൂറത്തുൽ ബഖറയിലെ 2-ാം അധ്യായം 21-22 വചനങ്ങളാണ്. അവന് പങ്കാളികളില്ല, അതേപോലെ അവന് തുല്യമായ ആരുമില്ല. ഇത് വലിയ ശിർക്കാണ്, ചെറിയ ശിർക്കുമാണ്, നിരോധിച്ചതാണ്. അതുകൊണ്ട് ഇത് വലിയ ശിർക്കിനെയും ചെറിയ ശിർക്കിനെയും നിരോധിക്കുന്നു. അള്ളാഹു എല്ലാ മനുഷ്യരോടും കൽപ്പിച്ചത്, ആദ്യത്തെ മനുഷ്യൻ മുതൽ അവസാന മനുഷ്യൻ വരെ ഇതാണ് അള്ളാഹു കൽപ്പിച്ചത്. ഗ്രന്ഥകർത്താവിൻ്റെ പ്രസ്താവന, അവൻ നിങ്ങളെ സൃഷ്ടിച്ചത് ഇതിനു വേണ്ടിയാണ്. അതിനർത്ഥം അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനും അവൻ യാതൊരു പങ്കാളികളാക്കാതിരിക്കാനും. ഈ ലക്ഷ്യത്തിന് വേണ്ടിയാണ് അവരെ സൃഷ്ടിച്ചത്. അള്ളാഹ് പറഞ്ഞതുപോലെ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നിനെയും മനുഷ്യനെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ. ഇത് സൂറത്തു ദാരിയ 51-ാം അധ്യായം 56-ാം വചനമാണ്. അവരോട് കൽപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹന്നാസു ഉബ്ദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും. എല്ലാ മനുഷ്യരെ, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക. ഇതാണ് ഗ്രന്ഥകർത്താവ് പറഞ്ഞ പ്രസ്താവനയുടെ അർത്ഥം. അവൻ അതിനുവേണ്ടി അവരെ സൃഷ്ടിച്ചിരിക്കുന്നു, അതുകൊണ്ട് അവരെ കൽപ്പിച്ചിരിക്കുന്നു. ഈ 2 കാര്യങ്ങളും ഗ്രന്ഥകർത്താവിൻ്റെ പ്രസ്താവനയിൽ യോജിച്ചിരിക്കുന്നു. ഇതുകൊണ്ട് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു എല്ലാ മനുഷ്യരെയും. ഇതിനു വേണ്ടിയാണ് അവൻ നിങ്ങളെ സൃഷ്ടിച്ചത്. അള്ളാഹ് പറഞ്ഞതുപോലെ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂനി. ജിന്നിനെയും മനുഷ്യനെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ. സൂറത്ത് ദാരിയ 51-ാം അധ്യായം 56-ാം വചനം. ഞാൻ സൃഷ്ടിച്ചിട്ടില്ല ജിന്നിനെയും മനുഷ്യരെയും. അപ്പൊ അള്ളാഹുവാണ് സൃഷ്ടാവ്. അവൻ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുന്നു. അവൻ സൃഷ്ടിക്കത്തിൽ പെട്ടതാണ് ജിന്നും മനുഷ്യരും. അവൻ അവർക്ക് ബുദ്ധി നൽകി. അവനെ മാത്രം ആരാധിക്കാൻ വേണ്ടി അവർക്ക് ഉത്തരവാദിത്വം നൽകി. അവൻ്റെ കൂടെ പങ്കാളികളെ ചേർക്കാതിരിക്കാനും അവനോട് കൽപ്പിച്ചു. പ്രത്യേകമായി അവനെ ആരാധിക്കാൻ കൽപ്പിച്ചു. അള്ളാഹു അവർക്ക് ബുദ്ധി നൽകിയിട്ടുണ്ട്. അത് പ്രകാരം ആ ബുദ്ധി കൊണ്ട് അവർക്ക് വേർതിരിക്കാൻ എന്താണ് അവർക്ക് ദോഷം ചെയ്യുക, എന്താണ് അവർക്ക് ഗുണം ചെയ്യുക, സത്യവും അസത്യവും തമ്മിൽ വേർതിരിക്കാനുള്ള ബുദ്ധി അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവർ സൃഷ്ടിച്ച വസ്തുക്കളെല്ലാം അവരുടെ ഗുണത്തിന് വേണ്ടിയാണ്. അവർ അത് ഉപയോഗിക്കാനും അവരുടെ ഗുണത്തിന് വേണ്ടിയുമാണ്. അള്ളാഹു പറഞ്ഞു, വസഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി. ഭൂമിയിലും ആകാശത്തിലുമുള്ള എല്ലാം നിങ്ങൾക്ക് അവൻ കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. ഇത് സൂറത്തുൽ ജാസിയ 45-ാം അധ്യായം 13-ാം വചനമാണ്. അതുകൊണ്ട് ആദം അലൈഹിസ്സലാമിന് എല്ലാ വസ്തുക്കളും കീഴ്പ്പെടുത്തി കൊടുത്തു, അദ്ദേഹത്തിനത് ഉപയോഗിക്കാൻ. അതുകൊണ്ട് എന്തിനാണോ അത് സൃഷ്ടിച്ചത് അതിനു വേണ്ടി. അത് ഒന്ന് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ്. അള്ളാഹു പറഞ്ഞതുപോലെ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നിനെയും മനുഷ്യരെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ. ജിന്നുകളും സൃഷ്ടികളാണ്. അദൃശ്യമായ മേഖലയിലുള്ളവരാണ് അവർ. നമ്മൾ അവരെ കാണുന്നില്ല.
അവരും അള്ളാഹുവിനെ ആരാധിക്കണം. അവർക്കും ബഹുദൈവാരാധന നിരോധിച്ചിട്ടുണ്ട്. അനുസരണക്കേട് പാടില്ല. ആദമിൻ്റെ മക്കളോട് കൽപ്പിച്ചതുപോലെ തന്നെ ജിന്നുകളോടും. എന്നാൽ അവർ നമ്മിൽ നിന്ന് വ്യത്യസ്തമാണ്. എന്നാൽ കൽപ്പനയും നിരോധനവും ആദമിൻ്റെ മക്കളുടേതുപോലെ തന്നെയാണ്. അവരോട് കൽപ്പിച്ചിട്ടുണ്ട്, നിരോധിച്ചിട്ടുണ്ട്. ഈ ജിന്നുകൾ അവർ സൃഷ്ടികളാണ്, പക്ഷെ അദൃശ്യമായവരാണ്. നമ്മൾ അവരെ കാണില്ല, പക്ഷെ അവർക്ക് അസ്തിത്വം ഉണ്ട്. അൽ ഇൻസ് മനുഷ്യർ, അത് ആദമിൻ്റെ മക്കളാണ്. അവരെ അൽ ഇൻസ് എന്ന് പറഞ്ഞത് അവർ ഒരുമിച്ച് കൂടുകയും ഇടകലർന്ന് ജീവിക്കുന്നവരുമാണ്. ജിന്നെന്ന് പറഞ്ഞാൽ അൽ ഇസ്തിനാൻ, അതിനർത്ഥം മറഞ്ഞു നിന്ന. ഈ വാക്കിൽ നിന്നും അതേപോലെ അൽ ജനീൻ അത് ഗർഭപാത്രത്തിൽ മറഞ്ഞു കിടക്കുന്നതാണ്. അതേപോലെ ജിന്നുഹുല്ലൈൽ, രാത്രി അവനെ മൂടിയിരിക്കുന്നു. അതേപോലെ അൽ മിജൻ, അതൊരു പരിചയമാണ്. അതായത് അമ്പുകളിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പരിചയക്കാണ് പറയുക അൽ മിജൻ. യുദ്ധസമയങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന പരിച. അപ്പോൾ ആരാണോ ഇത് ചുമക്കുന്നത് അത് അദ്ദേഹത്തെ മൂടുന്നു. അതുകൊണ്ട് അൽ ഇസ്തിനാനും അൽ ജനീനും രണ്ടും മറഞ്ഞതും മൂടുന്നതുമാണ്. അതുകൊണ്ട് ജിന്ന് നമ്മളിൽ നിന്ന് മറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അവരെ കാണുന്നില്ല. അവർ അസ്തിത്വമുള്ള സൃഷ്ടികളാണ്. അതുകൊണ്ട് ആരെങ്കിലും അവരെ നിഷേധിച്ചാൽ, അവരുടെ അസ്തിത്വത്തെ നിഷേധിച്ചാൽ ഓൻ അവിശ്വാസിയാണ്. കാരണം അവൻ അള്ളാഹുവിനെ കളവാക്കി, അവൻ്റെ ദൂതനെ കളവാക്കി, എല്ലാ മുസ്ലിങ്ങളെയും കളവാക്കി. ബാറക്കല്ലാഹു ഫീക്കും. അള്ളാഹു വ്യക്തമാക്കി, അള്ളാഹു ജിന്നിനെയും മനുഷ്യനെയും അവനെ ആരാധിക്കാൻ വേണ്ടി അല്ലാതെ സൃഷ്ടിച്ചതല്ല എന്ന്, മറ്റൊരു കാര്യത്തിനുമല്ല. അതുകൊണ്ട് അവൻ അവരെ സൃഷ്ടിച്ചത് അവന് അള്ളാഹുവിന് ഗുണം കിട്ടാനോ പ്രയോജനം കിട്ടാനോ അള്ളാഹുവിനെ ദോഷം വരുത്താനോ അവരാൽ ആദരിക്കപ്പെടാനോ ഒന്നുമല്ല. അവന് സൃഷ്ടികളുടെ ആവശ്യമില്ല, അള്ളാഹുവിന് സൃഷ്ടികളുടെ ആവശ്യമില്ല. അവൻ അവരെ സൃഷ്ടിച്ചത് അവരിൽ നിന്നൊരാവശ്യം കിട്ടാൻ വേണ്ടിയല്ല. അവൻ സൃഷ്ടിച്ചത് അവൻ എന്തെങ്കിലും ഉപജീവനം നൽകാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ സമ്പത്ത് നേടാനല്ല. അള്ളാഹു പറഞ്ഞു, മാ ഉരീദു മിൻഹും മിൻ റിസ്കിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. ഞാൻ അവരിൽ നിന്ന് ഉപജീവനം തേടുന്നില്ല, ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അവരോട് എനിക്ക് ഭക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെടുന്നില്ല, ഉദ്ദേശിക്കുന്നില്ല. തീർച്ചയായും അള്ളാഹുവാണ് ഉപജീവനം നൽകുന്നവൻ, ശക്തമായവനും ബലവത്തായവനും. ഇത് സൂറത്ത് ദാരിയാത്തിലെ 51-ാം അധ്യായം 57 മുതൽ 58 വരെയുള്ള വചനങ്ങളാണ്. അതുകൊണ്ട് അള്ളാഹുവിന് സൃഷ്ടികളുടെ ആവശ്യമില്ല, മറിച്ച് അവൻ ജിന്നിനെയും മനുഷ്യനെയും സൃഷ്ടിച്ചത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്, അവനെ ആരാധിക്കാൻ. അവരുടെ ആരാധന അവനാവശ്യമില്ല, മറിച്ച് അവർക്കാണ് അവനെ ആ ആരാധന കൊണ്ട് ആവശ്യം. കാരണം അള്ളാഹു അത് കാരണം അവരെ പരലോകത്തിലേക്ക് പ്രവേശിക്കും അള്ളാഹുവിനെ ആരാധിച്ചാൽ. അതുകൊണ്ട് ആരാധനയുടെ ഗുണം അവരിലേക്ക്, മനുഷ്യരിലേക്കാണ്, ജിന്നുകളിലേക്കുമാണ് പോകുന്നത്. തിന്മകളുടെ ദോഷവും അവരിലേക്ക് തന്നെ മടങ്ങും. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവനെ അനുസരിക്കുന്നവൻ, തിന്മ വെടിയുന്നവൻ, അവനോട് അല്ലെങ്കിൽ തിന്മ ചെയ്യുന്നവൻ, അവനോട് അനുസരണക്കേട് കാണിക്കുന്നവൻ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് ഒരു ഉപദ്രവവും ചെയ്യുകയില്ല. അള്ളാഹു പറഞ്ഞു,
വഖാല മൂസ ഇൻ തക്ഫുറു അൻതും വമൻ ഫിൽ അർളി ജമീഅൻ ഫഇന്നല്ലാഹ ലഗനിയ്യുൻ ഹമീദ്. മൂസ പറഞ്ഞു, നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ നിങ്ങളും ആകാശത്തിലുള്ള മുഴുവൻ പേരും നന്ദികേട് കാണിച്ചാലും തീർച്ചയായും അള്ളാഹു ധന്യനാണ്, സ്തുതിയാർഹനാണ്. ഇത് സൂറത്ത് ഇബ്രാഹിമിലെ 14-ാം അധ്യായം 8-ാം വചനം. അതുകൊണ്ട് അള്ളാഹുവിന് ഒരു ദോഷവും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു തിന്മ ചെയ്യുന്ന ആൾ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ചാൽ അള്ളാഹുവിന് യാതൊരു ഗുണവും കിട്ടാനും പോകുന്നില്ല. ഒരാൾ അനുസരണ കാണിച്ചാൽ ഈ ദോഷവും ഗുണവും അത് സൃഷ്ടികൾക്ക് തന്നെയാണ്, അവരിലേക്ക് തന്നെയാണ് മടങ്ങുക. അവനെ അവർ അനുസരിച്ചാൽ അവർക്കതുകൊണ്ട് പ്രയോജനമുണ്ടാകും, ഗുണമുണ്ടാകും. അവർ അവനെ ധിക്കരിച്ചാൽ, അനുസരണക്കേട് കാണിച്ചാൽ ആ അനുസരണക്കേടിലൂടെ അവർക്ക് ദോഷം സംഭവിക്കുന്നതാണ്. പിന്നെ ഗ്രന്ഥകർത്താവ് പറഞ്ഞു, വമഅന യഅ്ബുദൂനി യുവഹിദൂനി, അവനെ ആരാധിക്കാൻ. അതിനർത്ഥം തൗഹീദിൽ അവനെ ഏകനാക്കലാണ്. തൗഹീദിൽ അവനെ ഏകനാക്കലാണ് അവനെ ആരാധിക്കാൻ എന്ന് പറഞ്ഞാൽ. ഗ്രന്ഥകർത്താവിൻ്റെ പ്രസ്താവന അവനെ ആരാധിക്കാൻ എന്നതിൻ്റെ അർത്ഥം തൗഹീദിൽ അവനെ ഏകനാക്കലാണ്. അതിനർത്ഥം ആരാധനയിൽ അവനെ ഏകനാക്കൽ. കാരണം തൗഹീദും ആരാധനയും രണ്ടിനും ഒരേ അർത്ഥമാണുള്ളത്. തൗഹീദിനെ വിശദീകരിക്കുമ്പം അതിനർത്ഥം അത് ആരാധനയാണ്. ആരാധനയെ വിശദീകരിക്കുമ്പം അത് ഉദ്ദേശിക്കുന്നത് തൗഹീദാണ്. അതുകൊണ്ട് രണ്ടും ഒരേ അർത്ഥമാണ്. അതുകൊണ്ട് ആരെങ്കിലും അള്ളാഹുവാണ് സ്രഷ്ടാവ് എന്ന് സ്ഥിരീകരിക്കുക മാത്രം ചെയ്താൽ ഇത് അതിനുള്ളൊരു ഖണ്ഡനമാണ്. അള്ളാഹുവാണ് സ്രഷ്ടാവ്, ഉപജീവനം നൽകുന്നവൻ, ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ് അള്ളാഹുവാണ് എല്ലാം നിയന്ത്രിക്കുന്നവൻ. ഇത് തൗഹീദല്ല. അള്ളാഹു അവൻ്റെ സൃഷ്ടികളെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചു? മറിച്ച് സൃഷ്ടികളോട് സൃഷ്ടിച്ചത് അവർ ആരാധനയുടെ തൗഹീദ് നടപ്പിലാക്കാൻ വേണ്ടിയാണ്. അത് തൗഹീദുൽ ഉലൂഹിയത്താണ്. അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് മാത്രം സ്ഥിരീകരിക്കുക ആ തൗഹീദ് മാത്രമല്ല. അവനെ ഒരു മുവഹിദ്, ഏകദൈവ വിശ്വാസി എന്ന് പറയുകയില്ല. അവർ സ്വർഗത്തിൽ നിന്നുള്ള ആളുകളുമല്ല, മറിച്ച് അവർ നരകത്തിൽ നിന്നുള്ള ആളുകളാണ്. കാരണം അവൻ തൗഹീദിനെ നടപ്പിലാക്കിയിട്ടില്ല. അവൻ ഏതൊന്നിനു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്? അത് ആരാധനയാണ്. ആ തൗഹീദ് അവൻ നടപ്പിലാക്കിയില്ല. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ തൗഹീദ് റുബൂബിയ മാത്രം അംഗീകരിച്ചാൽ മാത്രം പോരാ. അവർ ഉലൂഹിയത്ത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ, തൗഹീദ് റുബൂബിയ എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് സൃഷ്ടാവ്, അള്ളാഹുവാണ് ഉപജീവനം നൽകുന്നത്, അള്ളാഹുവാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത്, അള്ളാഹുവാണ് എല്ലാം നിയന്ത്രിക്കുകയും ചെയ്യുന്നത് എന്ന വിശ്വാസം മാത്രമായാൽ, പക്ഷെ അവരുടെ ആരാധന അള്ളാഹു വേണ്ടി മാത്രമാക്കുക എന്നത് ചെയ്യുന്നില്ലെങ്കിൽ അവർ സ്വർഗത്തിൻ്റെ ആളുകളല്ല, അവർ നരകത്തിൻ്റെ ആളുകളാണ്. ആരാധനയും തൗഹീദ് ഉലൂഹിയത്തും അതും ഒരു സൃഷ്ടികൾക്കുണ്ടായാലേ അതിന് തൗഹീദ് ഉലൂഹിയ അവരെ സ്വർഗത്തിൻ്റെ ആളുകളെന്ന് പറയുകയുള്ളൂ. ബാറക്കല്ലാഹു ഫീക്കും. നമുക്കിവിടെ നിർത്താം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.